എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രേണുസുതിയാണ്. പക്ഷേ രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ രേണുസുതിയുടെ ഉഴുന്നുവടയോ പരിപ്പ് വടയോ ഇതൊന്നുമല്ല ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് കേട്ട് കഴിയുമ്പോൾ റെലവൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ തുറന്ന് പറയുക. ഞാൻ ഇന്ന് രാവിലെ 2 ദിവസം മുന്നേ അറിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് രാവിലെയാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. നമ്മുടെ അൽ ഫുഡി സൂരജ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, തിരുവനന്തപുരംകാരനാണ്. അയാൾ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാഷ് ചലഞ്ചുമായിട്ട് ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വരികയും പല ആൾക്കാർക്കും ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നൊരു മനുഷ്യനാണ് അൽ ഫുഡി സൂരജ്. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം സൂരജിനെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംസാരിച്ചിട്ടില്ല, പക്ഷേ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. ഇന്ന് രാവിലെയാണ് ഞാൻ സൂരജിൻ്റെ ഒരു വീഡിയോ കണ്ടത്. ഞാൻ ആ വീഡിയോ നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്ലേ ചെയ്യാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിനുണ്ടാവും. സോ ഇതൊരു റെലവൻറ്റ് ടോപ്പിക് ആണെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പൊതുവേ ഞാൻ ഇനി രേണുസുതിയുടെ ഈ സബ്സ്ക്രിപ്ഷൻ കൗണ്ടൻസും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം സംസാരിച്ചേ പറ്റൂ എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്. അപ്പോൾ സൂരജിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അപ്പൊ 50,000 രൂപ ഫൈൻ എനിക്ക് നെയ്യാറ്റിങ്കരയുള്ള എക്സൈസ് ഓഫീസിൽ നിന്ന് ഫൈൻ അടിച്ച് തന്നിട്ടുണ്ട്. 1-2 രൂപയല്ല, 50,000 രൂപയാണ് എനിക്ക് ഫൈനായിട്ട് വന്നത്. ഇപ്പൊ അദാലത്തിലായതുകൊണ്ട് 25,000 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 25,000 കൊണ്ട് വന്നിരിക്കുകയാണ്. 2 വർഷം മുന്നെയാണ് ഒരു കള്ള് ഷാപ്പിന്റെ വീഡിയോ ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ ഒരു ഫൈൻ കിട്ടിയത്. ഞാൻ മാത്രമല്ല ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഒരുപാട് വ്ളോഗർമാര് കള്ള് ഷാപ്പിന്റെ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് കള്ള് കുടിക്കുന്നതായിട്ടും കള്ള് ഷാപ്പാണെന്നും കള്ള് പറഞ്ഞുകൊണ്ട് മധുരക്കള്ളെന്നും മുന്തിരി കള്ളെന്നും ഇഞ്ചി കള്ളെന്നും എല്ലാ കള്ളെന്നും കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് പല വ്ളോഗർമാരും വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ആ എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ എക്സൈസ് എന്നുള്ള ആരും അധികാരപ്പെട്ട ആരും അതിനൊന്നും കേസ് എടുക്കുന്നില്ല. എന്നെ പിടിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇതേപോലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ 2-3 ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അത് ആരെങ്കിലും കേസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരാൾ പരാതി കൊടുത്താൽ മാത്രമേ ഇങ്ങനെ അവർ കേസ് എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു വക്കീലിനെ വെച്ച് പൈസ മുടക്കിയിട്ടാണ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. കള്ളിന്റെ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ബാൻ ചെയ്യണം. ഒരാൾ പോലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കട്ട് ചെയ്യണം. ഇത് ഇഷ്ടമല്ല. ആയിരക്കണക്കിന് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വീഡിയോസ് കള്ളിനെ കുറിച്ചും കള്ള് ഷാപ്പിനെ കുറിച്ചും ഡീറ്റെയിൽഡ് വീഡിയോ കിടപ്പുണ്ട്. അത് മാത്രമല്ല പ്രമുഖരായിട്ടുള്ള വലിയ ചാനലുകാർ വരെ ഇത് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കള്ള് കുടിക്കുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ എക്സൈസുകാർ ഇതൊന്നും ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല? എനിക്കെതിരെ മാത്രം കേസ് വന്നത് ഡബിൾ ഡാഡിയുള്ള ഒരാൾ പരാതി കൊടുത്തുകൊണ്ട് മാത്രമാണ് എനിക്കെതിരെ കേസ് വന്നത്. എക്സൈസ് ആണെങ്കിലും ഏതാണെങ്കിലും എന്തൊരു വീഡിയോ വരാൻ പാടില്ലെങ്കിൽ പാടില്ല തന്നെയാണ്. അത് എനിക്കെന്നല്ല ആർക്കും 25,000 എന്ന് പറയുന്നത് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് ആരും ചുമ്മാ തന്ന പൈസ ഇല്ല, എന്റെ അധ്വാനത്തിൽ നിന്ന് ഉണ്ടാക്കിയ പൈസയാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു കള്ള് ഷാപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുള്ളത്. 2024 ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. കള്ള് ഷാപ്പിന്റെ വീഡിയോ ഇട്ടപ്പോൾ തലേ ദിവസം തന്നെ എനിക്ക് ഇവിടെ നെയ്യാറ്റിങ്കര എക്സൈസിന് ഫോളോ ആണ്. സൂരജിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂരജ് ഇവിടെ വന്നാൽ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ എക്സൈസ് ഓഫീസിൽ വന്നു, എന്നെ അറസ്റ്റ് ചെയ്തു, അവിടെ ഇരുത്തി. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഈ കള്ളിന്റെ മദ്യത്തിന്റെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ സൂരജ് ഒരാൾ പരാതി കൊടുത്തിട്ടാണ്. പരാതി കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു കേസ് സൂരജിന് വന്നത്. അല്ലാണ്ട് നമ്മൾ സ്വമേധയാണ് നമ്മൾ കേസ് എടുക്കാറില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. കോടതിയിലോട്ട് അത് വിട്ടു. ഇപ്പോൾ അത് ഫൈനായിട്ട് വന്നിട്ടുണ്ട്. 2 ദിവസം മുന്നേ എന്നെ എക്സൈസിന് വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു ഫൈൻ അടക്കണം. അപ്പോൾ ഞാൻ എത്ര സാർ 500 രൂപ ഫൈൻ അടക്കണം എന്ന്. ഒരു 1000 രൂപ കയ്യിൽ വെച്ചോ, അതിനകത്ത് ആവത്തുള്ളൂ ഫൈൻ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ സൂരജ് തന്നെ പറഞ്ഞില്ല, വേറെ ആരെങ്കിലും കൊണ്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ചെന്നപ്പോഴാണ് അറിയുന്നത് 1000 രൂപ അല്ല ഫൈൻ. 1000 രൂപ വെളിയിൽ റോഡിൽ ഇരുന്ന് മദ്യപിക്കുന്ന ആൾക്കാണ് 1000 രൂപ. ഷെഡിന്റെ അകത്ത് ഇരുന്നിട്ട് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഷെഡിന്റെ അകത്ത് ഇരുന്ന് കള്ളിന്റെ എടുക്കുന്നവർക്ക് 50,000 രൂപ, അദാലത്തിലൂടെ 25,000. അങ്ങനെ 25,000 നമുക്ക് ഫൈനായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോ ഇടാനോ ഫോട്ടോ ഇടാനോ പാടില്ലെങ്കിൽ മൊത്തത്തിൽ ഒരു വ്ളോഗർമാരും ചെയ്യാത്ത രീതിയിൽ എല്ലാ പോസ്റ്റ് റിമൂവ് ചെയ്യുന്ന രീതിയിൽ എക്സൈസ് ഡയറക്റ്റ് സ്വമേധ കേസ് എടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. അല്ലാണ്ട് ഒരാൾക്ക് മാത്രമല്ല ഈ ഒരു സംഭവം തരേണ്ടത്. ഇത് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് പ്രാവി ഒഴിഞ്ഞ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. വളരെ വിഷമത്തോടെയാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. കണ്ടല്ലോ, സൂരജ് 2 വർഷം മുൻപ് ഏതോ ഒരു കള്ള് ഷോപ്പിന്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫൈൻ അടിച്ചിരിക്കുന്നത്. സൂരജിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അവിടെ പോയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടായിരിക്കും സൂരജ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഇയാൾ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം പാവപ്പെട്ട ഒരുപാട് പേരെ സൂരജ് സഹായിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇപ്പോൾ നിയമം അല്ലാതാവുന്നില്ല, തെറ്റല്ലാതാവുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും അങ്ങനെയൊന്നും അല്ലാതാവുന്നില്ല. പക്ഷേ ഈ നിയമം ഒരാൾക്ക് മാത്രമാണോ ബാധകം? ഇതാണ് എന്നെ ചിന്തിപ്പിച്ചൊരു ചോദ്യം. ഇപ്പോൾ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സൂരജിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തത് കൊണ്ടാണ് കേസെടുത്തത്, ഫൈൻ അടിച്ചത്. 50,000 ഫൈൻ അടിച്ചു. ഈ 50,000 നിന്ന് അദാലത്തിൽ പോയതുകൊണ്ട് അത് 25,000 ആയിട്ട് മാറി. ഈ 25,000 രൂപ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് പോകേണ്ട ഒരു കാശാണ്. അത് സർക്കാർ ഖജനാവിലേക്കെന്ന നമുക്ക് ചിന്തിക്കാം. പോകുന്നത് സർക്കാർ ഖജനാവിലേക്കാണ് എന്ന് നമുക്ക് ചിന്തിക്കാം, വിശ്വസിക്കാം, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച വേറൊരു കാര്യമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, വളരെ റീസെൻ്റായിട്ട്, ഇപ്പം സൂരജിൻ്റെ കേസ് എടുത്തത് 2 വർഷം മുമ്പുള്ള കാര്യമാണ്. വളരെ റീസെൻ്റായിട്ടാണ് നമ്മുടെ മലയാളികളുടെ തമന്ന രേഷ്മ പി തങ്കച്ചൻ, ഞാൻ അവരെ രേണുസുതി എന്ന് ഇനി വിളിക്കുന്നില്ല, സുധി എന്നുള്ള കലാകാരൻ്റെ പേര് അവരുടെ പേരിനോട് ചേർത്ത് സംസാരിക്കാൻ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് രേഷ്മ പി തങ്കച്ചൻ, ഇവരും കോഴിക്കോട് ദാസനും അതുപോലെ പ്രതീഷും അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ആൽബം ഷൂട്ട് ചെയ്തല്ലോ. ഈ ആൽബം ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു സോങ്ങിൻ്റെ റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടതാണ്, നമ്മളെല്ലാവരും വെച്ച് റിയാക്ട് ചെയ്തതാണ്. അതെടുത്തത് ഒരു കള്ള് ഷാപ്പിലാണ്.
അതിനകത്ത് ഈ കോഴിക്കോട് ദാസിൻ്റെ കയ്യിൽ ഒരു കള്ളുകുപ്പി ഇരിപ്പുണ്ട്. എൻ്റെ ചോദ്യമാണ്, എൻ്റെ സംശയമാണ്, സിനിമകളായിക്കോട്ടെ, ആൽബങ്ങളായിക്കോട്ടെ, ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, ഈ കള്ളുകുപ്പിയോ അല്ലെങ്കിൽ കള്ളിൻ്റെ ആ ഒരു വിഷ്വലോ കാണിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ, ആ വീഡിയോയുടെ സൈഡിൽ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന ഒരു സ്റ്റിക്കർ വെക്കേണ്ട ഒരു നിയമമുണ്ട്. അത് ഇത്തരം വീഡിയോകൾക്ക് ബാധകമാണോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. ഞാനിത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. ഗൂഗിളല്ല, ചാറ്റ് GPT ചോദിച്ചു നോക്കി. ചാറ്റ് GPT പറഞ്ഞത് ഇങ്ങനെയാണ്: മദ്യപാന രംഗങ്ങൾ അല്ലെങ്കിൽ മദ്യക്കുപ്പികൾ സ്ക്രീനിൽ കാണിക്കുമ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് വ്യക്തമായി പ്രദർശിപ്പിക്കണം. മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ മുന്നറിയിപ്പ് നൽകണം. അതായത് മലയാളം വീഡിയോ ആണെങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും നൽകണം. സ്ക്രീനിൻ്റെ അടിയിലായി എല്ലാവർക്കും വായിക്കുന്ന വലിപ്പത്തിൽ ഇത് ഉണ്ടായിരിക്കണം. മദ്യപാന രംഗം തുടങ്ങുന്നത് മുതൽ ആ രംഗം അവസാനിക്കുന്നത് വരെ ഈ മുന്നറിയിപ്പ് സ്ക്രീനിൽ ഉണ്ടായിരിക്കണം. മദ്യപാനത്തെ മഹത്വവൽക്കരിക്കുന്നതോ അല്ലെങ്കിൽ മദ്യപാനം ഒരു നല്ല കാര്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അവതരണമോ ഒഴിവാക്കാൻ സെൻസർ ബോർഡ് നിർദ്ദേശിക്കാറുണ്ട്. നായകനോ പ്രധാന കഥാപാത്രങ്ങളോ മദ്യപിക്കുമ്പോഴാണ് മുന്നറിയിപ്പ് നിർബന്ധമായും വേണ്ടത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു നിബന്ധന അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാത്തൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഈ പറയുന്ന റീലിൽ ഞാനിത് എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നത് ചോദിച്ചാൽ, ഇത് ആൽബത്തിനകത്തുള്ള ഒരു വിഷ്വൽ അല്ലെന്നാണ് ഇതിൻ്റെ ഡയറക്ടർ പറയുന്നത്. അതായത് RJ ലച്ചു എന്ന് പറയുന്നതാണ് ഈ ആൽബത്തിൻ്റെ, ഈ രേഷ്മ പി തങ്കച്ചൻ അഭിനയിച്ച ആൽബത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് RJ ലച്ചു ആണ്. RJ ലച്ചു പറയുന്നത് ഇത് ആൽബത്തിലുള്ളൊരു വിഷ്വൽ അല്ല, ആർട്ടിസ്റ്റുകൾ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ പ്രൊമോഷന് വേണ്ടി എടുത്ത ഒരു വിഷ്വലാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ RJ ലച്ചുവിൻ്റെ അനുവാദത്തോടെ ആയിരിക്കില്ല വരുത്തിട്ടുണ്ടാവുക. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനകത്ത് കള്ളുകുപ്പി കാണിക്കുന്നുണ്ടോ, നായകൻ കള്ളുമായിട്ട് നിൽക്കുന്നുണ്ടോ, നായിക കള്ളുമായിട്ട് നിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോയ്ക്കകത്ത് നായകൻ എന്ന് പറയുന്ന 3 പേരിൽ ഒരാളായ കോഴിക്കോട് ദാസൻ ഈ കള്ള് കുടിക്കുന്നുണ്ട്. ഇനി കള്ള് വിഷ്വലിൽ കാണിക്കുമ്പോൾ അത് കള്ള് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് നിർബന്ധമാണ്. ഈ വീഡിയോയ്ക്കകത്ത് ആ വാർണിംഗ് ഇല്ല. ശരിയല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഇതിനെതിരെ കേസ് വരുന്നില്ല? ആരും കംപ്ലയിൻറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കംപ്ലയിൻ്റ് ഒന്ന് കൊടുത്തു നോക്കിയാലോ? കേസ് എടുക്കോ ഇല്ലെന്നൊന്നും അറിയാമല്ലോ. സൂരജിൻ്റെ പേരിൽ 25,000 രൂപയ്ക്ക് കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഈ 4 പേർക്കെതിരെയും കേസ് വരണ്ടേ? 4 പേർക്കെതിരെ മാത്രമല്ല, ഈ ഒരു വീഡിയോയുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കെതിരെ കേസ് വരണ്ടേ? സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, കള്ളിനെ മഹത്വവത്കരിക്കുന്ന ലെവലിൽ ഒരു പാട്ട് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ്. എൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, എൻ്റെ അറിവില്ലായ്മയാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇത് വേണമോ വേണ്ടയോ, ഇത് വെറും ഒരു റീലായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലയോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ വിടുകയാണ്. എനിക്കതിൻ്റെ വ്യക്തമായിട്ടുള്ള ധാരണയില്ല. റീലായതുകൊണ്ട് ആൽബത്തിൽ വേണം, സിനിമയിൽ വേണം, ഷോർട്ട് ഫിലിംസിൽ വേണം. പക്ഷേ ഇതുപോലുള്ള വീഡിയോകളിൽ വേണമോ വേണ്ടയോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടൊരു അറിവില്ല. ഞാൻ എൻ്റെ 1-2 അഡ്വക്കേറ്റ് സുഹൃത്തുക്കളെ വിളിച്ചു നോക്കി. പക്ഷേ അവർ എല്ലാവരും തിരക്കുകളിലായതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു നോക്കിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആരും കംപ്ലയിൻറ്റ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം കേസ് എടുക്കാത്തത്. നമുക്കൊന്ന് കൊടുത്തു നോക്കിയാലോ? ഇനി ഇതിൻ്റെ ഡയറക്ടർ പറയുന്നുണ്ട് ഇത് ആൽബത്തിലെ സീൻ അല്ല എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ മുൻപൊരിക്കൽ സംസാരിച്ചതാണ്, ഈ ഡയറക്ടറുടെ വോയിസൊക്കെ വെച്ച് സംസാരിച്ചതാണ്. നമുക്കത് ഒന്നുകൂടെ കേൾക്കാം. ആൽബത്തിലെ വിഷ്വൽ അല്ലേ, അതോ ഡയറക്ടർ കള്ളം പറയുന്നതാണോ? ഒന്ന് കണ്ടു നോക്കാം അല്ലേ? കാണാം. വർക്ക് ചെയ്യാൻ വിളിച്ചു എന്ന ബേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് പാക്കപ്പ് ആയ സമയത്താണ് ആ വീഡിയോ എടുത്തേക്കുന്നത്. RJ ലച്ചു പറയുന്നു അവരുടെ ലൊക്കേഷനിൽ ആ ആൽബം പാക്കപ്പ് ആയ സമയത്താണ് ആ വീഡിയോ എടുത്തേക്കുന്നത്. ഏതാ ഇപ്പം നമ്മൾ കണ്ട വീഡിയോ എടുത്തേക്കുന്നത് ആൽബം പാക്കപ്പ് ആയതിനു ശേഷമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ RJ ലച്ചുവിന് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇല്ലെന്നാണോ RJ ലച്ചു പറയുന്നത്? നിങ്ങളുടെ ലൊക്കേഷനിൽ നടക്കുന്ന ഒരു സംഭവം, ഒരു ഷൂട്ട്, അതിന് നിങ്ങൾക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്കതിൻ്റെ ഒരു സത്യാവസ്ഥ ഒന്ന് അന്വേഷിക്കാം. ഇതിൻ്റെ ബാക്കിയൊന്ന് കേട്ടിട്ട് RJ ലച്ചുവിൻ്റെ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ RJ ലച്ചുവിൻ്റെ അറിവോടുകൂടി അല്ലയോ, സമ്മതത്തോടു കൂടി അല്ലയോ അത് എടുത്തതെന്നൊക്കെ നമുക്കൊന്ന് അറിയണം. തെളിവുണ്ട്, ഞാൻ തെളിവ് തരാം. ബാക്കിയേക്ക്. അപ്പം ലൊക്കേഷൻ ഒരു റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പൊ രേണുസുദിനപ്പോ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. അതിലൊക്കെ ഒരുപാട് സെക്സ്
കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ചിന്തിച്ച് കാണുന്നവർക്കല്ലേ അത് ആവുന്നുള്ളൂ. നിങ്ങൾ ആൽബത്തിൽ ഒരു 10-50 പേര് നിൽക്കുന്നിടത്ത് അങ്ങനെ നടക്കുക സംഭവം. മീഡിയാസ് ഞങ്ങളെ കാണാൻ വന്ന ബാക്കിയുള്ള ആൾക്കാർ ഇവരെല്ലാം നിൽക്കില്ലേ. ശരിക്കും റീലായിരുന്നു അത്. അത് വീഡിയോ വിഷ്വലി റീല് പ്രൊമോഷൻ എടുത്ത സാധനം. അതൊരു പ്രൊമോഷൻ റീലായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. അത് വിഷ്വൽസ് ഒരിക്കലും അത് പ്രൊമോഷന് വേണ്ടി എടുത്തത്, അതും അതായത് അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരം അവരെടുത്തെന്നാണ് പറയുന്നത്. അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരമാണ്, എൻ്റെ ഇഷ്ടപ്രകാരം അല്ല കേട്ടോ എന്നുകൂടി ആർജെ ലച്ചു പറയുന്നുണ്ട്. ഞാനേ വേറൊരു വീഡിയോ കാണിച്ചു തരാം, ഇതേ പാട്ടിൻ്റെ തന്നെ വേറൊരു വീഡിയോ. ഇതിനകത്ത് നിങ്ങൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കേൾക്കുന്നുണ്ടാവും. അതായത് അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അങ്ങനെ പിടിക്ക്, ഇങ്ങനെ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കേൾക്കുന്നുണ്ട്. ആ വോയിസ് ഒന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് ആരുടെ വോയിസ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം നിങ്ങൾ ഒരു പേരൊക്കെ കേട്ടല്ലോ, എടാ അക്ഷയ് വന്ന് നോക്കടാ, വന്ന് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഒരു വോയിസ് കേട്ടല്ലോ. ഇത് ആർജെ ലച്ചുവിൻ്റെ വോയിസ് തന്നെ അല്ലേ? അതോ എനിക്ക് തോന്നിയതാണോ? ആർജെ ലച്ചുവിനെ വിളിച്ച് പറയുന്നതല്ലേ? അപ്പോൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആരാണ്? ആർജെ ലച്ചു പറയുന്നു, എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ആ സോങ് അവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് ആൽബത്തിന് വേണ്ടി എടുത്തതല്ല, ആർട്ടിസ്റ്റുകൾ അവരുടെ സ്വന്തം പ്രൊമോഷന് വേണ്ടി എടുത്തതാണെന്നാണ് പറയുന്നത്. ആർജെ ലച്ചുവിൻ്റെ ഇതിനകത്ത് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആരാണ്? ആർജെ ലച്ചുവാണ്. ഈ ടീം മുഴുവൻ കള്ളങ്ങൾ പറയുന്ന ആൾക്കാരാണോ? ഈ രേഷ്മ പി തങ്കച്ചൻ്റെ വാലുകളായിട്ടുള്ള 2 ഇന്നലെ വന്ന് കുറേ മെഴുകിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഇന്നലെ വന്ന് മെഴുകി, ഒരാൾ മെലങ്ങാന്ന് വന്ന് മെഴുകി. അതിനുള്ള മറുപടി എല്ലാം കണക്കിന് അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ലച്ചു പറയുന്നത്, ലച്ചുവിന് ഇതിനകത്ത് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഈ ഷൂട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ റീലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഈ വീഡിയോക്കകത്ത് ലച്ചുവിൻ്റെ വോയിസാണ് കേൾക്കുന്നത്, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, സംവിധായക ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ലച്ചു പറഞ്ഞ കള്ളമല്ലേ? ഞാൻ പറഞ്ഞതല്ല, ഇവർ തന്നെ പുറത്ത് വിട്ട വീഡിയോകളിലുള്ളതാണ്. മനസ്സിലായോ? ഇവരുടെ ഉടായ്പ് മനസ്സിലായോ? നമ്മൾ ഇതെടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ അവർ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയല്ലേ. ഞാൻ ഇന്നലെ ഫ്ലവേഴ്സിൽ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു, ഫ്ലവേഴ്സ് ചാനലിൽ. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചത് ഇവരുടെ ഫണ്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു. ഈ കിച്ചുവിനും ഋതപ്പനും ഫണ്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഋതപ്പന് 18 വയസ്സാവുന്നത് വരെ ഫണ്ട് പോകുന്നതാണ് പറഞ്ഞത്. ഫ്ലവേഴ്സിൽ നിന്ന് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യാനില്ലെന്നാണ് പറഞ്ഞത്. അത് അവർ പറഞ്ഞ വാക്കാണ്, അത് പാലിക്കും, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, ആ ഫണ്ട് പോയിക്കൊണ്ടിരിക്കും എന്നാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. ഫ്ലവേഴ്സ് ചാനലിന് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ ഇനിയില്ല. അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവർ പറഞ്ഞ വാക്ക് പാലിക്കുന്നു. മാസമോ വർഷത്തിലോ കാശ് അക്കൗണ്ടിലേക്ക് പോകുന്നു. രേഷ്മ പി തങ്കച്ചൻ്റെ അക്കൗണ്ടിലേക്ക് അല്ല പോകുന്നത്, എല്ലാം കുട്ടികളുടെ പേരിലേക്കാണ് പോയേക്കുന്നത്. വസ്തുവായിക്കോട്ടെ, വീടായിക്കോട്ടെ, എല്ലാം കുട്ടികളുടെ പേരിലേക്ക്. ഈ ഫ്ലവേഴ്സിൻ്റെ പേയ്മെൻറ്റ് പോകുന്നത് കുട്ടികളുടെ പേരിലേക്കാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ആർജെ ലച്ചു കള്ളം പറഞ്ഞു. പിന്നെ സൂരജിന് 25,000 ഫൈൻ അടിച്ചു കൊടുത്ത എക്സൈസ് ഇവരുടെ പേരിലൊരു കംപ്ലയിൻറ്റ് ചെന്നാൽ ഫൈൻ അടിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയണം. അതാണ് ഇനി അടുത്ത കടമ്പ. എനിവേ അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും അതിനോട് യോജിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ദേവ് ഡിക്കോട്ട്സ് എന്ന് പറയുന്ന ചാനലുണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുണ്ട്. അവിടെ എനിക്കൊരു മെസ്സേജ് അയക്കുവാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ആരെങ്കിലും അഡ്വക്കേറ്റ്സോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എന്നാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ്സ് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.